പ്രോഗ്രാം കലക്കി. നിങ്ങൾക്ക് 3 പേർക്കും കുറച്ചു നാളത്തെ ഗ്യാപ്പ് വന്നെങ്കിലും അതൊന്നും പെർഫോമൻസിനെ ബാധിച്ചില്ല. എനിക്ക് തൃപ്തിയായി മക്കളെ. നിങ്ങളെല്ലാം എൻ്റെ അടുത്തുള്ളപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. പക്ഷേ നിങ്ങൾ ഉടനെ മടങ്ങാന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു അച്ഛോ, അച്ഛനെ കണ്ട് യാത്ര പറയാൻ പുറത്ത് കുറെ പേര് കാത്തുക. അതിന്റെ ഇടയിൽ അച്ഛന്റെ സെന്റിമെന്റ്സ് ഒന്ന് മതിയാക്കച്ചോ. എക്സ്ക്യൂസ് മീ ഫാദർ. ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഹാർട്ടി കൺഗ്രാലേഷൻസ്. വരവ് വെച്ചിരിക്കണു. ആരാ മനസ്സിലായില്ലല്ലോ. ഫാദറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ പഴയ പാലത്തുങ്കൽ. പഴയ പാലോ? അതേത് പാലാ? പെണ്ടുരുത്തി പാലാ? അയ്യോ, പാലമല്ല ഫാദർ, ജോസഫ് പാലത്തുങ്കൽ. ഓർക്കുന്നില്ലേ? UC കോളേജിൽ ഫാദർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പിടികിട്ടിയില്ലേ? അത് പുട്ടുകുറ്റി, അന്നത്തെ ഇരട്ടപ്പേരാ. ഫാദറിന് കിട്ടുന്ന പേര്. ഓ, പുട്ടുകുറ്റി. പഴയ നമ്മുടെ പാലത്തുങ്കൽ ജോസുട്ടി. ഇപ്പൊ പിടികിട്ടി. എടാ കേമ, നീ ആളങ്ങോട്ട് തെളിഞ്ഞു പോയല്ലോ. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ വിയൂർ സെൻട്രൽ ജയിലാ. എന്റെ കർത്താവേ, മോനെ ജോസുട്ടി, നീ എന്ത് കുറ്റം ചെയ്തിട്ടാ ജയിലിൽ പോയത്? അല്ല അച്ചോ, ഞാൻ... വേണ്ട, ഒന്നും പറയണ്ട. സത്യം പറ. 10 പ്രമാണങ്ങളിൽ ഏതാ നീ തെറ്റിച്ചത്? അന്ന് ഞാൻ നിന്നെ ഒരുപാട് ഉപദേശിച്ചതാ, പക്ഷെ നീ കേട്ടില്ല. പരോളിൽ ഇറങ്ങി കുമ്പസാരിക്കാൻ വന്നതായിരിക്കും അല്ലേ നീ വന്നേ? അച്ചോ, ഞാൻ വിയൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടാ, ജയിൽ സൂപ്രണ്ട്. ഈശോയെ, ഞാൻ വല്ലാതെ നിന്നെ തെറ്റിദ്ധരിച്ചു. സോറിട്ടാ. സാരല്ല അച്ചോ, പ്രോഗ്രാം ഗംഭീരമായി. പ്രത്യേകിച്ച് ഇവരുടെ മിമിക്രി വളരെ നന്നായി. താങ്ക് യു സർ. നിങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടപ്പോ ജയിലിലെ ഇൻഡിപെൻഡൻസ് ഡേക്ക് മിമിക്രിയും, പ്രത്യേകിച്ച് ഉണ്ണി, ജിമ്മി, മനോജ് എന്നിവരുടെ ഒരു സ്കിറ്റും കൂടി ഉൾപ്പെടുത്തിയാലൊന്നും ഒരാഗ്രഹം. അല്ല, അന്ന് നിങ്ങൾക്ക് വേറെ ബുക്കിംഗ് ഒന്നുമില്ലല്ലോ? ബുക്കിംഗ് ഒന്നുമില്ല. അതല്ല പ്രശ്നം. ഇവര് ദുബായിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും എന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ വേണ്ടി മാത്രം വന്നവരാ. ഇവരെ കൂടി ഉൾപ്പെടുത്തിയ ഒരു പ്രോഗ്രാം വളരെ ബുദ്ധിമുട്ടാണ്. അച്ചോ, ഇവരും കൂടി ഉള്ളതുകൊണ്ടാ ഈ പ്രോഗ്രാം തന്നെ ഞാൻ തീരുമാനിച്ചത്. ഇവർക്കൊന്നും അസൗകര്യം ഇല്ലെങ്കിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എന്താ ഉണ്ണി, അല്ല, ഈ ജോസുട്ടിയുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തൂടെ? നിങ്ങൾ എന്ത് പറയുന്നു? അച്ഛന്റെ ഒരു സ്റ്റുഡന്റ് വന്ന് ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോ നമുക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ലടാ ജിമ്മി? തീർച്ചയായും നമുക്ക് ചെയ്യാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മക്കളെ. ഈ സിറ്റി ഭയങ്കരമായിട്ട് മാറിപ്പോയി അല്ലേ? അതെ അതെ അതെ. ഇതെന്ത് മാറ്റം? എന്റെ മാറ്റമല്ലേ ഭയങ്കര മാറ്റം. ഞാൻ പണ്ട് ഫോർട്ട് കൊച്ചിയിലാണ് താമസിച്ചിരുന്നത്. ഇപ്പൊ ജെട്ടിക്കടുത്തേക്ക് താമസം മാറ്റി. ഛെ, അയ്യേ. ബോട്ട് ജെട്ടി 25 കിലോമീറ്ററിലെ മാറി കിട്ടിയത്. നിന്റെ ചെലക്കലിന് ഒരു കുറവുമില്ല.